വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് ഹൃദയാഘാതം എന്നത്. പലപ്പോഴും ആരോഗ്യത്തിന് എത്രത്തോളം ഗുരുതരമായ പ്രത്യാഘാതമാണ് ഇതുണ്ടാക്കുന്നത് നമുക്കറിയാം. എന്നാൽ ചില അവസരങ്ങളിൽ ഹൃദയാഘാതമല്ലാതെ തന്നെ നെഞ്ചിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാവാം. പലപ്പോഴും നെഞ്ചിൽ ഇറുക്കമോ അല്ലെങ്കിൽ കനമോ അനുഭവപ്പെടാത്തവർ ചുരുക്കമായിരിക്കും. ഇതെല്ലാം തന്നെ ഹൃദയാഘാതമാണെന്ന് പലരും തെറ്റിദ്ധരിക്കാം. എന്നാൽ ചില അവസരങ്ങളിൽ എങ്കിലും ഇത്തരം അവസ്ഥകൾ പലപ്പോഴും ഗുരുതരമായി കണക്കാക്കപ്പെടാറുണ്ട്. പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും നെഞ്ചിൽ കനം തോന്നാം. ഇത് ഹൃദയാഘാതം അല്ലെങ്കിൽ പോലും നിങ്ങളുടെ നെഞ്ചിൽ അനുഭവപ്പെടുന്ന സമ്മർദ്ദം ശ്വാസത്തെ പോലും പ്രതിസന്ധിയിലേക്ക് ആക്കാം. ചെറിയ വേദനയും നെഞ്ചിലെ കനവും എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിലുപരി ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതിന്റെ ആവശ്യകതയും നിസ്സാരമല്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ്. കൂടുതൽ അറിയാൻ പോകാം വീഡിയോയിലേക്ക്. നെഞ്ചിൽ കനം എന്തുകൊണ്ടാണ് നെഞ്ചിൽ കനം അനുഭവപ്പെടുന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. പലപ്പോഴും ഇറുങ്ങുന്നത് പോലെയോ അല്ലെങ്കിൽ കനം പോലെയോ ഉള്ള അസ്വസ്ഥതകളാണ് ആദ്യം ഉണ്ടാകുക. ചിലരിൽ ഇത് ശ്വാസോച്ഛ്വാസത്തിൽ പോലും പ്രശ്നം ഉണ്ടാക്കുന്നു. കൂടാതെ ഈ ലക്ഷണങ്ങൾ നിങ്ങൾ അസ്വസ്ഥതയും ഉണ്ടാക്കുന്നു. കൂടാതെ സമ്മർദ്ദവും അസ്വസ്ഥതയും വർദ്ധിപ്പിക്കുന്നു. തീവ്രമായ സംവേദനമാണ് പലപ്പോഴും കൂടുതലായി അനുഭവപ്പെടുന്നത്. കൂടുതൽ സമയം ഇങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ പലപ്പോഴും ഡോക്ടറെ കാണിക്കാൻ മടിക്കേണ്ടതില്ല. ഹൃദയാഘാത സൂചനയോ? ഹൃദയാഘാതത്തിലേക്ക് നയിക്കുന്ന സൂചനയാണോ ഇത്തരത്തിലുള്ള നെഞ്ചിലെ കനമെന്ന് ആദ്യം തിരിച്ചറിയേണ്ടത്. ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പല അസ്വസ്ഥതകളും ആദ്യം ഉണ്ടാവാം. എന്നാൽ ഹൃദയപേശികൾക്ക് ഹൃദയ പ്രവർത്തനത്തിന് വേണ്ടത്ര രക്തപ്രവാഹം ഇല്ലാത്ത അവസ്ഥയിലാണ് ഇത് ഹൃദയാഘാതത്തിലേക്ക് വഴിമാറുന്നത്. എന്നാൽ ഇത്തരം വേദനയോടൊപ്പം തന്നെ കൈകാലിലേക്കോ പുറം, കഴുത്ത്, താടിയലിലേക്കോ വയറിലേക്കോ പ്രവഹിക്കുന്ന വേദനയാണ് കൂടുതലായി ഉണ്ടാവുന്നത്. കൂടാതെ അമിത വിയർപ്പ്, ശ്വാസം മുട്ടൽ, ഓക്കാനം, തലകറക്കം എന്നിവയും അനുഭവപ്പെടുന്നതിന് സാധ്യതയുണ്ട്. ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ട അവസ്ഥയാണ് ഇത്. മറ്റു കാരണങ്ങൾ: ഗ്യാസ്ട്രോ ഈസോഫേഷ്യൽ റിഫ്ലക്സ് രോഗം. നെഞ്ചിൽ ഖനം തോന്നുന്നതിന് പിന്നിലുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റു ചില കാരണങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. അതിൽ ഒന്നാണ് മുകളിൽ പറഞ്ഞത്. ആമാശയത്തിലെ ആസിഡ് ഇടയ്ക്കിടെ അന്നനാളത്തിലേക്ക് ഒഴുകുകയും അത് ആമാശയത്തിൽ വീക്കം ഉണ്ടാക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് പലപ്പോഴും ഗ്യാസ്ട്രോ ഈസോഫേഷ്യൽ റിഫ്ലക്സ് രോഗം എന്ന് പറയപ്പെടുന്നത്. ഇത് നെഞ്ചരിച്ചിലായും അനുഭവപ്പെടാറുണ്ട്. വായിൽ പുളിച്ചുതകട്ടിലും ഇതിന്റെ ഫലമായി ഉണ്ടാകുന്നു. വിഷാദം. മാനസിക ആരോഗ്യത്തെ ഇല്ലാതാക്കുന്നതാണ് വിഷാദം. എന്നാൽ വിഷാദം നിങ്ങളുടെ ആരോഗ്യത്തെ വളരെ മോശമായി ബാധിക്കുന്നു എന്നതാണ് സത്യം. നെഞ്ചിലെ അസ്വസ്ഥതകൾ ഉൾപ്പെടെയുള്ള ശാരീരിക അസ്വസ്ഥതകൾക്ക് ഇത് കാരണമാകുന്നു. ഇവർക്ക് പലപ്പോഴും നെഞ്ചിൽ തടസ്സമോ അല്ലെങ്കിൽ ഇറുകിയതുപോലെയുള്ള അവസ്ഥയോ അനുഭവപ്പെടുന്നു. ഇവരിൽ ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും വളരെ വർദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. രക്തപ്രവാഹം കുറയുന്നതിന്റെ ഫലമായി ഇത്തരത്തില് സംഭവിക്കുന്നത്. ഉത്കണ്ഠ വർദ്ധിക്കുന്നു. പല കാരണങ്ങൾ കൊണ്ടും ഒരു വ്യക്തിയിൽ ഉത്കണ്ഠ വർദ്ധിക്കാം. ഇത് പരിഭ്രാന്തിയിലേക്ക് എത്തുന്നു. പലപ്പോഴും പാനിക് അറ്റാക്ക് ഉള്ള സമയത്താണ് ഇത്തരം അവസ്ഥകൾ ഉണ്ടാകുന്നത്. ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, നെഞ്ചിൽ ഉണ്ടാകുന്ന കനം എന്നിവയെല്ലാം തന്നെ വളരെയധികം ഇത്തരം അവസ്ഥകൾക്ക് ആക്കം കൂട്ടുന്നതാണ്. പാനിക് അറ്റാക്ക് സമയത്ത് പലപ്പോഴും ഇവരിൽ നെഞ്ചിൽ കനം വളരെയധികം വർദ്ധിക്കുന്നു. കൂടാതെ ഇതിനെ പ്രതിരോധിക്കാനുള്ള മാർഗമാണ് നാം തേടേണ്ടത്. ആൻജീന. ഹൃദയപേശിയിലേക്കുള്ള രക്തയോട്ടം കുറയുന്നതിന്റെ ഫലമായി ആൻജീന എന്ന അവസ്ഥ ഉണ്ടാകുന്നു. പലപ്പോഴും ഇത് ഹൃദയത്തിന് മറ്റൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല. എന്നാൽ പലപ്പോഴും വേദന വളരെയധികം കൂടുതലായിരിക്കും. മാത്രമല്ല ഇത് ഹൃദയാഘാതത്തിന് സമാനമായ ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടാക്കുന്നു. ശാരീരിക അസ്വസ്ഥതകൾ വർദ്ധിക്കുകയും അതുകൂടാതെ വൈകാരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥയാണ് പലപ്പോഴും ആൻജീന എന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നത്. ഇത് ഗുരുതരമായി മാറുന്നതിന് മുമ്പ് തന്നെ ഡോക്ടറെ കാണാൻ ശ്രദ്ധിക്കണം. ന്യൂമോണിയ പോലുള്ള രോഗാവസ്ഥകൾ പലപ്പോഴും നിങ്ങളുടെ ആരോഗ്യത്തെ പ്രശ്നത്തിലാക്കുന്നു. അത് തിരിച്ചറിഞ്ഞു വേണം രോഗാവസ്ഥയെ നിർണ്ണയിക്കുന്നത്. ശ്വാസകോശത്തിലെ വായുസഞ്ചികളിലാണ് പലപ്പോഴും ന്യൂമോണിയ സംഭവിക്കുന്നത്. ഇത് നെഞ്ചിൽ കനം അനുഭവപ്പെടുന്നതിനും അതോടൊപ്പം തന്നെ ഗുരുതരമായ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നു. ഇത്തരം ലക്ഷണത്തിന് പുറമെ പനി, വിറയൽ, ചുമ, ശ്വസിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയും ഉണ്ടാകുന്നു. ഇതെല്ലാം തന്നെ നെഞ്ചിൽ സാധാരണമായ കനം ഉണ്ടാക്കുന്നതാണ്. നെഞ്ചരിച്ചിൽ ആസിഡ് റിഫ്ലക്സഡ് ലക്ഷണമാണ്. ഇത് വയറിലെ ആസിഡ് അന്നനാളത്തിലേക്ക് തള്ളപ്പെടുമ്പോൾ സംഭവിക്കുന്ന അവസ്ഥയാണ്. ലോകമെമ്പാടുമുള്ള മിക്ക ആളുകളെയും ബാധിക്കുന്ന ഒരു സാധാരണ അവസ്ഥയാണിത്. നെഞ്ചിലെ കത്തുന്നത് പോലെ ഒരു തോന്നലായി ഇതിനെ നിർവചിക്കാം. പലപ്പോഴും നിങ്ങളുടെ വായിലോ തൊണ്ടയിലോ കൈപ്പേറിയ രുചിയും ഇതുമൂലം ഉണ്ടാകുന്നു. കിടക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യുന്നത് പ്രശ്നം കൂടുതൽ വഷളാക്കുകയും നിങ്ങളെ അസ്വസ്ഥരാക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.